Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. December month reading ആണ്. December month നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസംബർ നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. വളരെ സൈക്കിക് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഈ 3 പിക്ചറിൽ ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്, വളരെ സമാധാനമായിട്ട് വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസംബറിനെ പറ്റിയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടാവും. സോ സെലക്ട് യുവർ പിക്ചർ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ജെൻട്രിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അല്ലാത്ത കാര്യം ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. So select your group, then we can start. Hey, group number 1. നിങ്ങളുടെ ഡിസംബർ മന്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഡിസംബർ മന്ത് നിങ്ങൾക്ക് പൊതുവെ വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു മന്ത് ആണ്. കാരണം നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു ദിവസങ്ങളിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ നമുക്കറിയാം ഡിസംബർ ക്ലൈമറ്റ് പോലെ നമുക്ക് പൊതുവെ ഒരു മടിയും ഒരു തണുത്തൊരു രീതിയിലായിരിക്കും നമ്മൾ ലൈഫിൽ പോകുന്നുണ്ടായിരിക്കുക, അല്ലെ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ വരുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് വരാൻ, ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മന്താണ് ഡിസംബർ മന്ത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജോബിലേക്ക് വരാൻ റെഡി ആവുന്നത് പോലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും നിങ്ങളുടെ കഴിവ് എന്താന്നുള്ളതും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഡിസംബർ മന്ത് അത് നിങ്ങൾക്ക് ഏറ്റവും ഫേവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ സാജിറ്റേറിയസ് ആണെന്നുണ്ടെങ്കിൽ, ഡിസംബർ നിങ്ങളുടെ മാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഫേവർ ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡിസംബറിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്കറിയാം ഡിസംബർ മന്ത് പൊതുവെ ഒരു ഇയർ എൻഡിങ് പോലെയാണ്, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എണീറ്റ് വളരെ പ്രവർത്തനക്ഷമതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമാണ്. അത്രയൊരു എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വളരെ സൈക്കിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കണം. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തൊരു കാര്യം കിട്ടുന്നുണ്ട്, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും, നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, അതെന്നായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ സന്തോഷം, വളരെ എനർജറ്റിക് ആയിട്ടും ആക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഡിസംബർ മന്ത് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഡിസംബറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ സന്തോഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ പുതിയ തുടക്കത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഒരുമിച്ച് ഒരു ഫ്യൂച്ചറിലേക്ക് വരുന്നതായിരിക്കാം. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലാണോ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സന്തോഷമായിട്ട് വെക്കാൻ സാധിക്കുക, അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് വളരെ നല്ല വെക്കേഷൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ, നിങ്ങൾക്ക് വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ, നിങ്ങളുടെ മനസ്സും ശരീരത്തിനൊക്കെ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡിസംബർ മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലൈമറ്റ് നിങ്ങൾക്ക് വളരെ ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു വാം ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ചൂട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില സർവീസ് ആയിരിക്കാം, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി എടുത്തു പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മന്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ബ്ലെസ്സിങ്സ്, ദ വേൾഡ്. ഈ ലോകം നിങ്ങൾക്ക് വളരെ ഫേവർ ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്.
അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനോടും നിങ്ങളുടെ ഓരോ ആക്ഷനും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് ഡിസംബർ മന്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, എസ്പെഷ്യലി യാത്രയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ആയിരിക്കാം, അതുപോലത്തെ ചില ആഗ്രഹങ്ങൾ ഡിസംബർ മന്ത് എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിഷന് ക്ലാരിറ്റി തരുന്ന, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യക്തത തരുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില യാത്രകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില യാത്രകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡിസംബർ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ ഡിസംബർ മന്ത് ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയോ, ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചില എക്സ്പീരിയൻസ് ഡിസംബർ മന്ത് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ ചൂട് പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹോപ്പ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഡിസംബർ മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ മേലെ നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഫൈനാൻഷ്യലി, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഡിസംബർ മന്ത് അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസംബർ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് റൈറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് അവിടെ ചില കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യിക്കുന്നുണ്ട്. അത് ഈവൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചില സ്നേഹങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വരാ എന്നുള്ളതല്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു ലോയൽ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ജെന്യൂൻ ആയിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യത്തിലേക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ കണക്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു വ്യക്തത കിട്ടുന്നത് നിങ്ങളുടെ ചില ആക്ഷനിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില സാഹചര്യത്തിൽ കൂടി നിങ്ങൾ പോകുന്നത്, അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് തിരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരാള് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഓൾറെഡി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കി തരുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സെൽഫ് കമ്പയർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനോ സാധിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ലൈഫ് എത്രമാത്രം സ്പെഷ്യൽ ആണ്, ഒരു വ്യത്യാസം മനസ്സിലാക്കി തരുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് ഡിസംബർ മാസം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ കൂടെ സാധിക്കുന്നത്. ചില ആളുകൾ ലേഡി ബോസ് ആവുന്നുണ്ട്, ഒരു ബോസിനെ പോലെ അല്ലെങ്കിൽ ഒരു ലീഡറിനെ പോലെയാണ്. അത്രയൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഡസന്റ് മാറ്റർ ലൈക്ക് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത് എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതുപോലത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയോ ആണെന്ന് തോന്നിപ്പിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ ഡിസംബർ മന്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മന്ത് ചില കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ അതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പിറകോട്ട് ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ എത്ര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും, നിങ്ങൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മന്ത്. അതാണ്
ഡിസംബർ മന്ത് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കൊരു പില്ലർ പോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ് ഡിസംബർ മന്ത്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഡിസംബർ മന്ത്. ചില ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത ചില എക്സ്പീരിയൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾ എന്ന വ്യക്തിയെ പറ്റി വളരെ സ്ട്രോങ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മന്ത്. ചില ആളുകൾ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം നിങ്ങളുടെ പല യാത്രാ സ്വപ്നങ്ങളും ഫുൾഫിൽഡ് ആവുന്ന ഒരു മന്ത് കൂടിയാണ് ഡിസംബർ മന്ത്. പല പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളും വീണ്ടും ഡിസംബർ മന്ത് സംഭവിക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സർവീസും ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ടാലന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്ര കാലമായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യണം, അതിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക്. പക്ഷെ ഡിസംബർ മന്ത് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളത് സെർവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണ്. അത് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണോ സെർവ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണോ നിങ്ങളുടെ ഒരു സർവീസ്, നിങ്ങളുടെ കഴിവ് എങ്ങനെയാണോ പുറം ലോകത്തിലേക്ക് എത്തിക്കേണ്ടത്, അതിലേക്കാണ് നിങ്ങൾ ഇറങ്ങി വരാൻ പോകുന്നത്. കാരണം ഡിസംബർ മന്ത് നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസിലെല്ലാം കൊണ്ടുവച്ചിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില തോന്നലുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അവിടുന്ന് ആയിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ, പവർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മേജർ ബ്ലെസ്സിങ്, സാക്രൽ എനർജി. സോ സാക്രൽ എനർജി ഇവിടെ ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്നത് പ്ലേസസ് ആയിട്ടാണ്. ഓക്കെ, സോ ചില പ്ലേസ് നിങ്ങൾ വളരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വശീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് ചില സ്ഥലങ്ങള്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് ചില സ്ഥലങ്ങള് നമ്മൾ വിളിക്കും, നമ്മൾ ആഗ്രഹിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മന്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ ഇതെങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഇതെങ്ങനെ എന്റെ ലൈഫിൽ സംഭവിച്ചു തോന്നിയിട്ടുള്ള കാര്യങ്ങള് നിങ്ങളെക്കാൾ കൂടുതൽ അതായിരിക്കാം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഈവൻ നിങ്ങളുടെ ഒരു കഴിവാടുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു രീതിയിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ ഡിസംബർ മന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളെ കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരുന്നോ, നിങ്ങളുടെ പേർപ്പസിന്റെ ഒരു ഭാഗമായിരുന്നോ. ചില പ്ലേസ് നിങ്ങൾ അതുപോലെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച് എത്തിപ്പെടുന്ന കാര്യങ്ങളല്ല. ആൻഡ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അതാണ്. ഡിസംബർ മന്ത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണോ ആ ഒരു ക്വാളിറ്റി ഉള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്താണോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവുന്നത്, എവിടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, അതാണ് നിങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സെർവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണ്. അത് നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് ആയിരിക്കാം, നിങ്ങൾ സ്പിരിച്വലി അവൈലബിൾ ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം പല ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട്. ചില ആളുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ചില സിറ്റുവേഷനിൽ. അതായിരിക്കാം നിങ്ങൾ ഇത്ര കാലമായിട്ട് ചില കാര്യത്തിലൊക്കെ ഒരുപാട് ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതോ ആയിരിക്കാം നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലോക്കേജ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ആളുകളും ലൈഫിൽ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെ. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വർക്ക് ആയിട്ടുണ്ടാവില്ല, നിങ്ങൾ എവിടുന്നോ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മള് ഫിസിക്കാലിറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും ആ ഒരു വേൾഡിൽ നിന്നാണ്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സർക്കിളിൽ നിന്നാണ് നമ്മളുടെ പല കാര്യങ്ങളും, നമ്മളുടെ പല ആഗ്രഹങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം അല്ലെ. സോ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന പല ആഗ്രഹങ്ങളും നമുക്കത് ശരിക്കും വേണ്ട ആഗ്രഹങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. അത് എക്സാക്ട്ലി നമുക്കത് ജെന്യൂൻ ആയിട്ട് വേണ്ട ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് നമ്മളുടെ ഒരു സിറ്റുവേഷന് ചില കാര്യത്തിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു. പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് തലങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ. നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ട്, നമ്മൾ അവേക്കൻ ആവേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അല്ലെ. സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഫിസിക്കാലിറ്റിന്ന് പല കാര്യത്തിലും സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരുപാട് ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്തും there is something very incomplete in your life, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഫൈനലി നിങ്ങൾ അത് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ അത് ആക്ച്വലി
നിങ്ങളുടെ സോൾ അത് ആക്ച്വലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എന്താണ് ലൈഫിൽ ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് വേണ്ട ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ചില കാര്യത്തിനോട് നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്തും നിങ്ങൾക്കൊരു സന്തോഷം അതിന് കിട്ടാത്തത്, അതും നിങ്ങൾക്കൊരു സന്തോഷം തരാത്തത്. ഈവൻ നിങ്ങൾ എത്ര സന്തോഷത്തോടു കൂടി കണക്ട് ചെയ്താലും അത് നിങ്ങൾക്കൊരു സന്തോഷം തരാത്തത്. ഓക്കെ, ഫൈനലി നിങ്ങൾ അതിന് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ലൈഫിനോട് ചില സമയത്ത് നമുക്ക് ഒട്ടും ഹോപ്പ് തോന്നാത്തതും നമ്മളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ എംപ്റ്റി ആയിട്ട് വെക്കുന്ന സമയത്താണ്, എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി വിട്ട് കളയുന്ന സമയത്താണ് നമ്മളുടെ ലൈഫിൽ വരേണ്ട കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിന് വരാനുള്ള ഒരു സ്പേസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. സോ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മന്ത് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നതൊക്കെ ജെന്യൂൻലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം, ജെന്യൂൻലി നിങ്ങൾ എത്തിച്ചേരേണ്ട പ്ലേസ് ആയിരിക്കാം, ജെന്യൂൻലി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ മാനസികപരമായിട്ട് വളരെ നല്ല സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു പീക്ക് ലെവലിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്തോ ആണ്, നിങ്ങൾ എവിടെയോ എത്തി എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തോ ഒരു പീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അത് പൊസിഷൻ വൈസ് ആയിക്കോട്ടെ, പ്ലേസ് വൈസ് ആയിക്കോട്ടെ, ചില സ്ഥലങ്ങൾ നിങ്ങളെ ഹൈലി കണക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡിസംബർ മന്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. Again, financial and material changes. So നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ചില ആളുകൾക്ക് ഓർണമെന്റ്സ് ഇൻ ദ സെൻസ് വളരെ പ്രൈസ് വളരെ റെയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില ഓർണമെന്റ്സ്, സ്റ്റോൺ ആയിരിക്കാം, ഓർ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം, കോയിൻസ് ആയിരിക്കാം, ഗോൾഡ് ആയിരിക്കാം, മെറ്റീരിയൽ. കാരണം നിങ്ങൾക്ക് ഡിസംബർ മന്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ചില ആളുകൾക്ക് അത് കിട്ടുന്നതായിരിക്കാം, ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കാം. വീണ് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെൻസീവ് ആയിട്ട് വീണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ അത് ഡിസേർവ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ലിസൺ ദിസ് വെരി കെയർഫുള്ളി. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു കാര്യം നിങ്ങൾ വീണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അത് ദാനമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് എവിടെയെങ്കിലും നിങ്ങളത് നിങ്ങളുടെ സ്പേസിൽ നിന്ന് നിങ്ങളത് ഒഴിവാക്കി വെക്കുക. അത് ഗോൾഡ് ആയിരിക്കാം, ക്യാഷ് ആയിരിക്കാം, ഓൾറൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ പറ്റാത്ത ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തൊഴിവാക്കുക. ഡിറ്റാച്ച്ഡ് ഫ്രം ദാറ്റ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. കാരണം അതാണ് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. ചില ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാത്ത് എവിടെയോ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ എവിടെന്നെങ്കിലും, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ മേ ബി പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ അത് എടുക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കാം. അത് നിങ്ങൾ കളഞ്ഞിട്ട് പോവുക. എസ്പെഷ്യലി നിങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അത് ഈവൻ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൂടിയാണ്. നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു പാത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അറിയാം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്ന തോന്നിയിട്ടുള്ള ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഹാവ് ദ കറേജ് ടു ലീവ് ദം. അവിടെ തന്നെ അവരെ ഇട്ടിട്ട് പോകാനുള്ള ഒരു കറേജ് കാണിക്കുക. ഓക്കെ, കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കാരണം ഡിസംബർ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാത്ത് ക്ലിയർ ആക്കി കിട്ടുകയാണ്, നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ബ്ലെസ്സിങ്സ് ഡിസംബർ മന്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക. ചില പ്ലേസിലൊക്കെ നിങ്ങൾ എത്തുന്ന സമയത്ത് ഡിസംബർ മന്ത് നിങ്ങൾ അൺഎക്സ്പെക്ടഡ്ലി ഓർ എക്സ്പെക്ടഡ്ലി ചില പ്ലേസിൽ പോയിട്ട് വാവ് ഞാൻ എങ്ങനെ ഈ ഒരു പ്ലേസിൽ വന്നെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് റിമെമ്പർ ദിസ് റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു മൊമെന്റിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഓർക്കുക. സോ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now.
ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്ത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഡിസംബർ. കാരണം രണ്ട് ഇൻഡിവിജ്വൽസ്, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് ആളുകൾ, അതും ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്ന അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ പറ്റുന്ന, ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റി ഉള്ള, ഈവൻ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപോലെ അത് സെർവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു മന്ത്, അത് അതിന്റെ ഒരു ബെസ്റ്റ് ലെവലിൽ കണക്ട് ചെയ്യുന്നതും അലൈൻഡ് ആവുന്നതുമായിട്ടുള്ള ഒരു മന്താണ് ഡിസംബർ മന്ത്. ഇറ്റ്സ് ലൈക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈക്വലി സെർവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം. ഓർ ഒരേ കഴിവുള്ള രണ്ടാളുകള് ഒരുമിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫ് പേർപ്പസിന്റെ ഭാഗമായിട്ടോ അവരുടെ ജോബിന്റെ ഭാഗമായിട്ടോ അവരുടെ ഒരു വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതോ കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം, ഒരുമിച്ച് വരുന്നതായിരിക്കാം. ഇവിടുന്ന് അവർ ഒരുമിച്ച് ഗ്രോ ചെയ്യുന്നതായിരിക്കാം. അത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും എന്താണോ രണ്ട് കാര്യങ്ങൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് വളരെ നല്ല രീതിയിൽ ഇത് ഗ്ലോ ചെയ്തു വരുന്നതും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് അത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് വളർത്താനും സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ഇത് എന്തെങ്കിലും കൈൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ, സോൾ കണക്ഷൻ, ട്വിൻ കണക്ഷൻ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസ് പല കാര്യത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ട് പാത്ത് ചൂസ് ചെയ്യേണ്ട ആളുകളായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങള് അത് നിങ്ങൾ അതിന്റെ ഒരു ഉദ്ദേശം മനസ്സിലാക്കാതെ വളരെ ഇമോഷണലി നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരുപാട് ക്ലാഷസ് അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പാത്ത് നിങ്ങൾക്ക് തന്നെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ വന്നു നിന്നു, ആൻഡ് അഗെയിൻ അവിടുന്ന് നിങ്ങൾക്കത് എങ്ങനെ ഇമോഷണലി എണീറ്റ് വരണം എന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഡിസംബർ മന്ത് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഡിസംബർ മന്ത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഡിസംബർ മന്ത് ഹെൽത്തി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കൂടെ സംഭവിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ജോബ് വൈസ്, ഫൈനാൻഷ്യൽ വൈസ് ആണെന്നുണ്ടെങ്കിലും, വെൽത്ത് വൈസ്, സെൽഫ് ഗ്രോത്ത് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് സ്പിരിച്വലി, ഫൈനാൻഷ്യലി ഒരുപാട് വളരാനുള്ള ഒരു സാധ്യതയും കൂടെ ഡിസംബർ മാസം ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങൾ എന്താണോ സെർവ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്നേഹമായിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, നിങ്ങളുടെ ടൈം ആയിക്കോട്ടെ, അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ അത് ഒരു സ്റ്റേബിൾ അല്ലാന്ന് തോന്നുന്ന സാഹചര്യം ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്, ഓർ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള സ്പേസ് വെക്കുക. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു സ്പേസ് വെക്കുക. കാരണം നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഓയിൽ ആണെന്ന് വിചാരിക്കാം, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ ആണെന്ന് വിചാരിക്കാം. രണ്ടിന്റെ പേർപ്പസ് ഡിഫറെന്റ് ആണ് അല്ലെ, പക്ഷെ രണ്ടും നല്ല കാര്യങ്ങളാണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സർവീസ് ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിർത്തേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടേ നിൽക്കുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ വെള്ളത്തില് ഓയിൽ കൊണ്ടൊഴിച്ചാലും ഓയിലിൽ വെള്ളം കൊണ്ടൊഴിച്ചാലും അത് ജെല്ലാവില്ല. സോ നിങ്ങൾ ജെല്ലാക്കാൻ പറ്റാത്ത ഒരു പ്ലേസിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് ടൈം, എനർജി, നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടിടുന്ന സമയത്ത് ഒരു ലോജിക് ഇല്ലാത്തതുപോലെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പല കാര്യങ്ങളും ഇത്ര കാലമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ അത് രണ്ടിന്റെ ഒരു പേർപ്പസ് മനസ്സിലാക്കി അതൊരു ഹെൽത്തി ആയിട്ട് എടുക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് അത് ബാലൻസ് ചെയ്തു പോകും അല്ലെ, വെള്ളത്തിന്റെ മേലെ ഓയിൽ കിടക്കുന്നത് പോലെ. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എന്താണോ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്
അത് ഈവൻ നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്ത് കണക്ഷന്റെ പേരിൽ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് മിക്സ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പഠിക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ റീഡിംഗ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതൊരു അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ്. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പീസ്ഫുള്ളി ഒരു ഡിസ്റ്റൻസിൽ അത് നിങ്ങൾക്ക് എടുത്ത് അത് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു പ്ലേസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന സമയത്ത് നമ്മൾ അതിനൊരു ഒരുപാട് ദേഷ്യത്തോടു കൂടി വെറുപ്പോട് കൂടിയിട്ട് കാണുക എന്നുള്ളതല്ല. നമുക്ക് മേ ബി ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കാം. സോ ആ ഒരു സമയത്ത് നമ്മൾ അത് എങ്ങനെയെങ്കിലും ലൈഫിൽ നിർത്താൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ കൂടി ആയിരിക്കാം, ഒരു ദേഷ്യം വെറുപ്പിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ പോകുന്നുണ്ടായിരിക്കും അല്ലെ. പക്ഷെ അത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, നമുക്ക് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡിസ്റ്റൻസിൽ വെക്കാം. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ചില സൗഹൃദങ്ങളൊക്കെ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് എൻഡ് ആക്കുന്നത് പോലെ. എൻഡ് ആക്കാൻ മീൻസ് ലൈക്ക് അവർ പിന്നീട് സംസാരിക്കില്ല എന്നുള്ളതല്ല, അതൊരു ഹെൽത്തി ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അല്ലെ. ഒരാൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റൊരാളുടെ കാര്യങ്ങളായിട്ട് ജീവിക്കുന്നു, ആൻഡ് അവർക്കിടയിൽ യാതൊരു ദേഷ്യമോ വെറുപ്പോ സങ്കടമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആരോടാണ് ദേഷ്യം വെറുപ്പ് സങ്കടം നിങ്ങൾക്ക് തോന്നുന്നത്, ഒരു ഡിസ്റ്റൻസ് തോന്നുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് ഹെൽത്തി ആയിട്ട് കാണാൻ പഠിക്കുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലും ആ ഒരു മാറ്റം ഉണ്ടാവും. ചില ആളുകൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു ബിസിനസിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടെ അത് വേറൊരാൾ ചെയ്യുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ നിങ്ങളുടെ 2 ആൾക്കാരുടെ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കരിയർ നിങ്ങൾക്ക് അതുപോലെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് പോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുമാണ്. ഓക്കെ, സോ 2 ആൾക്കും അവരുടേതായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ പോകാനും അത് ഹെൽത്തി ആയിട്ട് എടുക്കാനും സാധിക്കുന്നുണ്ട്. റിലേറ്റ് ചെയ്യുക, നിങ്ങൾ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അത് വളരെ ഹെൽത്തി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡിസംബർ മന്ത് നിങ്ങൾക്കത് അതാണ് സാധിക്കുന്നത്. എന്തൊക്കെ എവിടെ നിൽക്കണം അതിന്റെ റൈറ്റ് പ്ലേസിൽ പോയി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറലി, ചില കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ട് എടുക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒരു ഡിസ്റ്റൻസിൽ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആക്കിയിട്ടുള്ള, ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ വരുതിക്ക് എങ്ങനെ കൊണ്ടുവരാം, നിങ്ങളുടെ പാത്തിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ കൂടെ എങ്ങനെ കൊണ്ടുപോവാം, നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടില് യൂസ്ലെസ് ആയിട്ട് കിടന്നിട്ടുള്ള ചില കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങള്, തടസ്സമായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങളുടെ ഒരു വഴിയില് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിച്ച ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണ് മെയിൻലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ട് കാര്യങ്ങള് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇൻകം വീണ്ടും വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് വീണ്ടും ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, വീണ്ടും ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വീണ്ടും ആഗ്രഹങ്ങൾ വരുന്നുണ്ട്, വീണ്ടും യങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇല തളിർക്കുന്നുണ്ട്. എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയിട്ടുള്ള മരത്തിൽ വീണ്ടും ഇലകൾ തളിർക്കുന്ന ഒരു സുഖം നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മാസം ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇഷ്ടങ്ങൾ, അത് ആളുകളോടൊന്നും മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ്, ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു സ്റ്റബേൺ ആയിട്ടുള്ള നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ
എക്സാക്ട്ലി, വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റീവ് ആണ്, വളരെ പ്രൊഡക്റ്റീവ് ആണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ലോജിക് ആയിട്ടാണ് ഡിസംബർ മന്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളതല്ല, ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾക്കത് മനസ്സിലായിട്ട് നിങ്ങൾ അത് ചെയ്യാണ്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹെൽത്തി ആയിട്ട് ഡിസംബർ മാസം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത്, ഒരു ഫ്ലോ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഒരു ആൾതാമസം ഇല്ലാത്തൊരു വീട്ടില് ആൾതാമസം ഉണ്ടാകുന്നത് പോലെയാണ് ഡിസംബർ മാസം നിങ്ങളുടെ ലൈഫില്. അത്ര ഒരു സന്തോഷം നിങ്ങൾ ഡിസംബർ മാസം എക്സ്പീരിയൻസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ വരുന്നത് പോലെ, മേ ബി ചില ആളുകൾ നിങ്ങൾ ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ അതുപോലത്തെ ഡയറ്റിലേക്കൊക്കെ വരുന്നതായിരിക്കാം. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹാബിറ്റ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇൻകംസ് ഉണ്ടാവുന്നുണ്ട്, ഏർണിംഗ് ചെയ്യുന്നുണ്ട്. ചില ആളുകളെ ഒരു ടൈമിനൊക്കെ ശേഷം നിങ്ങൾ വീണ്ടും ഏൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് ചില ആളുകൾ വളരെ ഒരു ഹ്യൂജ് ഫോമിലാണ് നിങ്ങൾ ക്യാഷ് ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ പാടാനോ ഒക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഡിസംബർ മാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീണ്ടും ഒരു യുവത്വം തോന്നുന്ന, വീണ്ടും നിങ്ങൾക്കൊരു യങ് ആയിട്ടുള്ള ഒരു എനർജി തോന്നുന്ന ചില കാര്യങ്ങൾ, ചില ഇവന്റ്സ് ഡിസംബർ മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ തോൽവിന്ന് നിങ്ങൾ എണീറ്റ് വരിക. അത് വലിയൊരു കഴിവാണ് അല്ലെ. അതിനൊരു ധൈര്യം ഉണ്ടാവണം. അതിന് നമുക്ക് നമ്മളുടെ ഇമോഷൻസ് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കണം. നമ്മളുടെ ആ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പേടി നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണം അല്ലെ. സോ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ തന്നെ ഒരുപാട് സ്വഭാവത്തെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ അതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ വേർതിരിക്കാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ്സും കൊണ്ടുവരുന്നത്. നിങ്ങളെപ്പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കഴിവാണ്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങളുടെ മെന്റൽ പവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ലക്കോ അല്ലെങ്കിൽ കാലം നിങ്ങൾക്ക് തരുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലാണ് നമുക്ക് റൈറ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാം അല്ലെ. സോ നിങ്ങളുടെ ഒരു മെന്റൽ കോൺഫ്ലിക്ട്, നിങ്ങൾ മാനസികപരമായിട്ട് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് വളരെ ഹെൽത്തി ആയിട്ടാണ്. ഒരാളും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറയില്ല. ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എങ്ങനെ സ്വയം നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ എങ്ങനെ പറയണം, എവിടെ പറയണം, എങ്ങനെ അത് ഡീൽ ചെയ്യണം, എങ്ങനെ സ്മാർട്ട് ആയിട്ട് ചില കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു സ്മാർട്ട് വർക്ക് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 ഡിസംബർ മന്ത് നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പുതിയ ജോബിലേക്ക് വന്നിട്ട് പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ഫിക്സ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം വർക്ക് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുള്ളത് അവിടെയും ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അവിടെയും കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ചക്രം ഓടിത്തുടങ്ങുന്ന സമയത്ത് മറ്റേ ചക്രവും അതിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മന്ത് ചില കാര്യങ്ങൾ സംഭവിക്കുക. ഇമോഷണലി വരുന്ന സമയത്ത്, അതായത് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, ഫൈനാൻഷ്യലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും ഡിസംബർ മന്ത് നിങ്ങൾക്ക്
നല്ല രീതിയിലുള്ള ചില ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ചില ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി വരാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ് ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേയ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ഡിസംബർ മാസം. ഗ്രൂപ്പ് നമ്പർ 3, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ്, ഡിസംബർ മാസം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന മാസമായിട്ട്, നിങ്ങളുടെ ക്വാളിറ്റീസ് മീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മീറ്റ് ചെയ്യുന്നു, പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കത് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, എന്താണോ അത് റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും, വളരെ മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സെർവ് ചെയ്യുന്നത് അവിടുന്ന് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, നിങ്ങൾ സ്നേഹം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്നേഹം അത് റിട്ടേൺ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ മ്യൂച്വലി രണ്ടാളുകൾ കമ്മിറ്റഡ് ആവുന്ന സിറ്റുവേഷൻ, മ്യൂച്വലി നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഡിസംബർ മാസം നിങ്ങൾക്ക് കൂടെ ഒരു വർത്ത് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഫാമിലി, ഹാർമണി ഒക്കെ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിൽക്കുന്ന ഫീലിംഗ്, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ, ഒരുപാട് സ്നേഹമുള്ള ആളുകളുടെ കൂടെ കണക്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. അത് ഈവൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ചില കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ പോകുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ, എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ളതും വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം, സ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളോ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതിന് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചേഞ്ച് ആവില്ല, ആളുകൾ ചേഞ്ച് ആവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കാൻ തന്നിട്ടുള്ള ഓർമ്മകൾ എന്താണോ, എക്സ്പീരിയൻസ് എന്താണോ, അത് നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം, ചിലത് മറക്കാൻ സാധിക്കണം. ഓക്കെ, കാരണം ചില കാര്യങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയെക്കാട്ടി കൂടുതൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കാണാൻ സാധിക്കാത്ത ചില കാര്യത്തിലാണ് നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മാസം മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കാം. അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം. ഒരിക്കലും ചെന്ന് എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കാം. അതുപോലുള്ള മിറാക്കിൾസ്, അല്ലെങ്കിൽ അതുപോലുള്ള ബ്ലെസ്സിങ്സ്, അതുപോലുള്ള വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ചില ലൈഫ് എക്സ്പീരിയൻസ് ഡിസംബർ മാസം നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ ഇമോഷണൽ ആയിട്ടുള്ള മാസം കൂടിയാണ്, അല്ലെങ്കിൽ ഇമോഷണൽ മൊമെന്റ്സ് തരുന്ന ഒരു, വളരെ സന്തോഷമായിട്ടുള്ള ഇമോഷണൽ മൊമെന്റ്സ് തരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മന്ത് എന്ന് പറയുന്നത്. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഡിസംബർ മന്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ അട്രാക്ട് ചെയ്യുന്നത്, അത് ഈവൻ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഒരേ കാര്യം ഷെയർ ചെയ്യാനും കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവൈലബിൾ ആവുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് നമ്പർ 2 ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടായിരിക്കാം, രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ അത് ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. അത് റിയാലിറ്റിയിലെ പല സിറ്റുവേഷൻ ആയിരിക്കാം, വേറെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേർപ്പസ് ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ഒരേ കാര്യമാണ് കണക്ട് ചെയ്യുന്നത്, ഒരേ കാര്യമാണ് ഷെയർ ചെയ്യുന്നത്, ഒരേ കാര്യമാണ് പരസ്പരം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അവിടെ ഫ്ലോലെസ്ലി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് ഡിസ്റ്റർബ്ഡ് ആവുന്ന കാര്യങ്ങളല്ല, അവരുടെ ഒരു പാത്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ പാത്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്. അവിടെ ഒരു ഫ്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്ലോ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഡിസംബർ മന്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മാസം നിങ്ങൾക്ക് തരുന്നത്. വാട്ട് ആർ ദ മേജർ ബ്ലെസ്സിങ്സ് കമ്മിങ് ഫോർ യു ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ?
ഗ്രൂപ്പ് നമ്പർ 3 ഡിസംബർ മാസം എന്ത് മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ഡെഫിനറ്റ്ലി ചില മാറ്റാൻ സാധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അനക്കം ഉണ്ടാവുന്നുണ്ട്, ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ദേഷ്യം വെറുപ്പൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗിലേക്ക് വരുന്നുണ്ട്. സ്നേഹമായിട്ട് അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ ദേഷ്യത്തിന്റെ മേലെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്കത് ഇല്ലാണ്ടാവുന്ന സമയത്ത്, ചില പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്താണ് അവിടുത്തെ ഒരു ഐക്യം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവുക, അല്ലെ? പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ഫാമിലിയിൽ വരുന്ന സമയത്ത് തിരുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും വന്നു പോയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ പോലും സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പർ ലെവലിൽ കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുക, അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരിക്കലും തീർക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും വരില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് നിങ്ങൾ ചിലതൊക്കെ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓ മൈ ഗോഡ്, ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഒരു ഇന്നസെൻസ് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഡിസംബർ മാസം കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, സ്നേഹമൊക്കെ വളരെ ഫ്ലോ ആയിട്ട്, സ്നേഹമൊക്കെ വളരെ അതിന്റെ ഒരു പീക്കിൽ ഒഴുകി വരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. അത് നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്തും നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾ സമൃദ്ധമായിരിക്കും. എല്ലാ പ്ലേസിലും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ലൈഫിനോട് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചില തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒരു ടൈമിൽ നിങ്ങളത് ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3 ഡിസംബർ മന്ത് ചിലത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, ചിലത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ കണ്ടുമുട്ടുന്നത് പോലെ. കാരണം ഓരോന്നിനും ഓരോ ഇന്റൻഷൻ ഉണ്ടായിരിക്കാം, അല്ലെ? ഈവൻ നമ്മുടെ ലൈഫിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ചില ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. സോ ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് അലട്ടുന്ന കാര്യത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരു അഡിക്ഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതായിരിക്കും. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, എൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അഗൈൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസംബർ മാസം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൊട്ടീനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ആളുകളെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രോങ് വുമൻ നിങ്ങളുടെ ലൈഫിൽ, ഒരു സ്ട്രോങ് വുമൻ ഉണ്ടായിരിക്കാം. അമ്മ ഓർ നിങ്ങളുടെ പാർട്ട്ണർ, റിലേഷൻഷിപ്പ് ഓർ ദ സ്ട്രോങ് ഫെമിനൻ. നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ഫെമിനൻ. ഗ്രൂപ്പ് നമ്പർ 3 ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബന്ധങ്ങളുടെ ഒക്കെ ഒരു ഡെപ്ത് നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒരു, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മന്ത് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഫെമിനൻ ഫീമെയിൽ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വളരെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് അത്ര ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു സമയത്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കണക്ഷൻസ് ആയിരിക്കാം. ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം നല്ലതല്ല, ലവ് ആയിരിക്കാം ഓർ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള, എസ്പെഷ്യലി ഒരു സ്ട്രോങ് ഫെമിനൻ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങൾ അത്ര അഡ്മയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു പ്രയോറിറ്റി, നിങ്ങൾക്ക് അത്ര ഒരു സ്നേഹം തന്നിട്ടുള്ള ഒരു പേഴ്സൺ, ആ വ്യക്തി ഒരുപാട് കാലങ്ങൾ ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്.
കറങ്ങിത്തിരിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം ചില കാര്യങ്ങൾ ഇപ്പം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ എന്തെന്നോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം ഡിസംബർ മന്ത് അത് സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ചില ആളുകൾ അർഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യത്തിനുള്ള ഒരു റിട്ടേൺ ആർക്കോ കിട്ടുന്നുണ്ട്. നിങ്ങൾ വഴി ഒരാൾക്കോ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു മനപ്രയാസം ഇല്ലാണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ട് കാരണം, നിങ്ങളുടെ ഒരു മാറ്റം കാരണം ചില ആളുകളുടെ ഒരു മനപ്രയാസം, അവർക്ക് നിങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി. പുറത്തേക്ക് എന്തോ ഒരു മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ട്രോങ് വുമൻ, അവർക്ക് എന്തോ ഒരു ഈവൻ അത് മേ ബി നിങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളായിരിക്കും ഒരു സ്ട്രോങ് ഫെമിനിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഫെമിനിൻ നേച്ചർ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇപ്പോഴും പുറത്തേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരാനുള്ള ഒരു കീ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം കൊണ്ടോ എമ്പതി സിമ്പതി കൊണ്ടൊക്കെ നിങ്ങൾ സ്ട്രക്ക് ആയിട്ട് നിന്നിട്ടുള്ള ചില പ്ലേസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴും ചില പ്ലേസിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അത് ഇങ്ങനെ നിങ്ങളെ അട്രാക്ട് ചെയ്യേണ്ട, എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി നിങ്ങൾ അതിന്ന് പുറത്തേക്ക് വരാനുള്ള ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു കീ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. പലതിന്റെ ആൻസർ, പലതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ടിപ്പ് നമ്പർ 3 എക്സാക്ട്ലി ഹാർമണി, ഐക്യം, എക്സാക്ട്ലി വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആരും മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊരു കാര്യം എൻഡ് ആക്കിയിട്ട് വേറെ എന്തൊരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. പെട്ടെന്ന് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കമ്മിറ്റഡ് ആവുന്നു. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ടൈമിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻ, അതോറിറ്റി. സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈവൻ ഇപ്പൊ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പൊസിഷൻ ആയിരിക്കാം. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പല പ്ലേസിലും ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിംഗ് ആണ് നിങ്ങൾക്ക് ഡിസംബർ മാസം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടെന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എവിടെയോ ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിൽക്കുന്നത് പോലെ അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ നോക്കാനും നമ്മുടെ അടുത്ത് സംസാരിക്കാനും ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വലിയൊരു റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഒരു സ്പേസ്, എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റിയ പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ഒക്കെ ഇറങ്ങി പോകുന്ന ഒരു ഫീൽ, ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ലൈഫിനോട് തോന്നുന്നുണ്ട്. ടിപ്പ് നമ്പർ 3 see 3 and 4 and again 7 പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വീടൊക്കെ മേ ബി ചില ആളുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഒരു വീട് വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, വീട്ടിൽ ഇഷ്ടപ്പെട്ട ആളുകള്, റിലേഷൻഷിപ്പ് അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യാണ്. ഫാമിലിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി. ഓക്കെ, ഇതൊക്കെ ഒരു പുതിയ തുടക്കമാണ്, പുതിയ അനുഭവമാണ്. കാരണം ചില ആളുകൾക്ക് ഇതൊരു പുതിയ അനുഭവമാവാൻ കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഡിസംബർ മാസം ഉണ്ടാവുന്നത്. വില്ലിംഗ് ആവാണ്.
ഇറ്റ്സ് ലൈക്ക് ഒരിക്കലും കൂട്ടിച്ചേർക്കില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള ചില കണക്ഷൻ, എസ്പെഷ്യലി നിങ്ങളെ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനിൽ നിന്നിട്ടുള്ള ആളുകള് വീണ്ടും തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് വരികയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ വരികയാണ്. നിങ്ങൾ ഒരാളെ നിർബന്ധിച്ചിട്ട് ചേസ് ചെയ്ത് പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് വേണ്ടി ആളുകൾ ചേഞ്ച് ആവുന്നു. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡിസംബർ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമാണ്. ഇപ്പം ആരെങ്കിലും നിങ്ങൾ ചില കാര്യത്തിന് നിങ്ങളൊരു സെക്കൻഡ് ചാൻസോ അല്ലെങ്കിൽ ചില കാര്യത്തിന് നിങ്ങൾ ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള മാറ്റം തോന്നിയിട്ടുള്ള സ്പേസിൽ നിങ്ങൾ ചില അവസരങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ ക്ഷമിച്ച് മറന്ന് നിങ്ങൾ ചില അവസരങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ജെന്യൂൻ ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് ചില ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് അലട്ടിയിട്ടുള്ള പല സൊല്യൂഷൻസും ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മനസ്സിന്റെ പല ഭാരങ്ങളും ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് ഡിസംബർ മാസം സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ കുറെ കാലത്തിന് ശേഷമൊക്കെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോകുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ തറവാട്ടിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില പ്ലേസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചില പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയൊരു ഹോം ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചില പ്ലേസിൽ നിങ്ങൾ പോകുന്നതായിരിക്കാം. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീട് പോലെ തോന്നുന്നതായിരിക്കാം. അതുപോലത്തെ ചില ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫോർ ഡിസംബർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് നൈറ്റ്.